ഒരു ചെറുയാനത്തിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയ ഫലസ്തീൻ വംശജൻ അബു വേഡിയാണ് ഇപ്പോൾ വിവാദത്തിന്റെ നിഴലിലായിരിക്കുന്നത്. ഗസയിലെ ഭീകരാന്തരീക്ഷത്തിൽ നിന്നും ജീവൻ കയ്യിൽ പിടിച്ചെത്തിയ നിഷ്കളങ്കനൊന്നുമല്ല വേഡി. AK-47 കൈകളിലേന്തി എല്ലാ യഹൂദന്മാരെയും വധിക്കണമെന്ന് ആക്രോശിച്ച ഭീകരനാണ്. മെയിൽ ഓൺലൈനാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരിക്കൽ ഇസ്രായേലിനെ ഭീതിയിലാഴ്ത്തിയ ഭീകരവാദി സംഘത്തിലെ അംഗമായ ഇയാൾ യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുള്ളത്. അത്തരത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫേസ്ബുക്കിലിട്ട ഒരു വീഡിയോയിൽ അയാൾ പറയുന്നത് അല്ലാഹു യഹൂദന്മാരെ പൂർണ്ണമായും നശിപ്പിക്കട്ടെ എന്നാണ്. ഒരു യഹൂദനെ പോലും ബാക്കി വയ്ക്കരുതെന്നും യഹൂദന്മാരെയും അവരോട് അടുപ്പം കാണിക്കുന്നവരെയും നശിപ്പിക്കണമെന്നും ഇയാൾ ദൈവത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്. മെയിൻ ഓൺലൈനിലൂടെ ഇക്കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് വേഡിയുടെ തീവ്രവാദ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഹോം ഓഫീസ് പ്രതികരിച്ചത്. ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അറസ്റ്റുകൾ നടന്നതായി അറിയില്ലെന്ന് കെന്റ് പോലീസും പറയുന്നു. മെയിൽ ഓൺലൈൻ പുറത്തു കൊണ്ടുവന്ന വാർത്ത കണ്ട് നടുങ്ങിയിരിക്കുകയാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സുരക്ഷാ വിദഗ്ധരും. വേഡിയെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഇതോടെ അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടി കൈക്കൊള്ളണം എന്ന ആവശ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ചാനൽ കടന്നെത്തിയ ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ച് ഒരു അറിവുമില്ലെന്ന് ഹോം ഓഫീസ് പറയുന്നു. ഇയാൾ ബ്രിട്ടീഷ് സമൂഹത്തിന് ഒരു ഭീഷണി തന്നെയാണെന്ന് മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ ടോറി വക്താവ് റോബർട്ട് ജെൻഡിക്ക് പറഞ്ഞു. ഒക്ടോബർ 7 ഭീകരൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് മുൻപ് തന്നെ വേഡി ഗസ വിട്ടിരുന്നു. എന്നാൽ ഇയാൾക്ക് തീവ്രവാദ ബന്ധമുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗസ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇസ്രായേലി സൈനികർക്ക് നേരെ ബോംബുകളും പാറകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന ടയർ ബേണിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന തീവ്രവാദ സംഘത്തിലെ അംഗമാണ് ഇയാൾ എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. മാത്രമല്ല, ഹമാസ് അനുകൂല പത്രത്തിൽ 2018 നൽകിയ ഒരു അഭിമുഖത്തിൽ ഇയാൾ ഇസ്രായേലിനെ ഭീകരതയുടെ മുൾമുനയിൽ നിർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2021 മാർച്ചിൽ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിലും ഇയാൾ ഇത് പറയുന്നുണ്ട്. ഈ ചിത്രം ബോട്ടിൽ വന്നെത്തിയ അഭയാർത്ഥിയുടേതുമായി യോജിക്കുന്നുണ്ടെന്ന് പ്രമുഖ ഡിജിറ്റൽ അനലിറ്റിക് കമ്പനിയായ ആക്യൂം ഫോറൻസിക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. AK-47 പിടിച്ച സ്ഫോടക വസ്തുക്കളുമായൊക്കെ ഇയാൾ ചിത്രങ്ങളെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽ-അക്സയുടെ രക്ഷയ്ക്കായി ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ മടിയില്ലെന്നും ഇയാൾ അതിൽ പറയുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച 4 ചെറിയ ബോട്ടുകളിലായി എത്തിയ 235 സംഘത്തിലാണ് ഇയാൾ ഉള്ളതെന്ന് കരുതപ്പെടുന്നുണ്ട്. യാത്രയിലുടനീളം ഇയാൾ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നതാണ് കൗതുകകരം. ബ്രിട്ടനിലെ ഒരു ടൗൺ സെന്ററിൽ കാപ്പി കുടിച്ചിരിക്കുന്ന ചിത്രവും ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇയാൾക്ക് സ്വതന്ത്രമായി എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നു എന്ന ചോദ്യം ഉയരുകയാണ്.